നമ്മുടെ വീട്ടിലെ എല്ലാ ജീവികളെയും സൗന്ദര്യത്തോടെ തന്നെ വിട്ട് വളർത്തുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെറിയ ചെറിയ പക്ഷികളിനെയാണ് എനിക്ക് പുറത്ത് വിടാൻ പറ്റത്. കാരണം നമ്മുടെ അടുത്ത് പൂച്ചകൾ വില്ലന്മാരാണ്. നമ്മുടെ കൊച്ചുവിൻ്റെ അടുത്തൊക്കെ പൂച്ചകൾ വന്നു കഴിഞ്ഞാൽ ചുണ്ടും കൊണ്ട് നീട്ടിയിട്ട് ആ പൂച്ചൻ്റെ നേർക്കൊരു പോക്കുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു പൂച്ചകളും നമ്മുടെ കൊച്ചുവിൻ്റെ അടുത്ത് വരില്ല. അതേപോലെ അവളെ രാവിലെ വൈകുന്നേരങ്ങളിൽ മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഫ്രീ ആയിട്ട് തുറന്നു വിടുക, നമ്മൾ മുറ്റമടിച്ച് വരുന്ന സമയത്ത്. കാരണം കൂടെ ആൾ വേണം. നായ്ക്കൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് മാത്രമല്ല, എൻ്റെ കൊച്ചുവിന് വണ്ടികളുടെ ശബ്ദങ്ങൾ, പരിചയമില്ലാത്ത ആൾക്കാർ വരിക, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കുക, അങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കൊച്ചുവിന് പിന്നെ എവിടെ തിരിയിട്ട് തരണാലും കാണില്ല, ഏത് ഭാഗത്തേക്കാണ് ഓടിപ്പോകുകയെന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ കൂടെ ആൾ വേണം എപ്പോഴും. അപ്പോൾ ഞാൻ കൊച്ചുവിനെ ഇങ്ങനെ വിടുന്ന സമയത്ത് ഇതിപ്പോൾ മക്കൾ കാണുമ്പോൾ അവരൊന്ന് വന്ന് നോക്കുകയാണ് തൊടാൻ. പക്ഷേ എന്നെ അല്ലാതെ കൊച്ചു ആരെയും തൊടാൻ സമ്മതിക്കില്ല കേട്ടോ. റിയമോൾ തൊടാനൊക്കെ സമയത്ത് പോകുമ്പോഴും ഒച്ചയിട്ടിട്ടാണ് അവളുടെ നേർക്കത് ചാടിപ്പോണത്. ഭയങ്കരമായ വലിയ വലിയ ഒച്ചയിട്ടിട്ടാണ് പോണത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ കയറ്റിയിട്ട് ഞാൻ പറപ്പിക്കും. അപ്പോൾ അവൾ ശരിക്കും പറന്നിട്ട് കുറച്ച് ദൂരമൊക്കെ ഇപ്പോൾ ഇങ്ങനെ പറന്ന് പോയിട്ട് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ പറപ്പിക്കാൻ നോക്കുകയാണ്. അവൾ നല്ല പറക്കണ ലെവലായിക്കഴിഞ്ഞാൽ തന്നെ പാടത്ത് കൊണ്ടുപോയി വിട്ടു കൊടുക്കണം. കണ്ടില്ലേ, എൻ്റെ കയ്യിൽ നിന്നിട്ടാണ് അവളിങ്ങനെ കാണിക്കുന്നത്. എന്നെ എത്ര മാത്രം അത് പരിചയപ്പെട്ടു എന്നുള്ളത് അവളുടെ അടുത്തേക്ക് പോകുമ്പോൾ മനസ്സിലാവും കേട്ടോ. നമ്മുടെ ചിക്കു ആണെങ്കിലോ ചോദിച്ചു കഴിഞ്ഞാൽ അവളുടെ വികൃതി, ചിക്കുവിൻ്റെ വികൃതി, ആ ഒറ്റ ഒന്നുകൊണ്ട് തന്നെയാണ് വീട്ടിലുള്ള ഒരു ജീവികളും നമ്മുടെ ചിക്കുവായിട്ട് അടുക്കില്ല. പൂച്ചകളായാലും തക്കുടു ആയാലും കൊച്ചു ആയാലും ഒരു ജീവിയും നമ്മുടെ ചിക്കുവിൻ്റെ അടുത്ത് അടുക്കില്ല. പിന്നെയും പോകുന്നത് റിയമോളുടെ അടുത്താണ്. പക്ഷേ ഈ കൊച്ചുവിൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ കൊച്ചുവിന് ഞാൻ മാത്രമേ അടുത്ത് പോണത് കറക്റ്റ് ആവുള്ളൂ. വേറെ ആരടുത്ത് പോയാലും ബഹളം വെച്ചിട്ട് അവരെ ഓട്ടിച്ച് വിടാനേ നോക്കുക കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് ഇന്ന് ചെറിയൊരു പണി കിട്ടി. തുണി ഉണങ്ങാനിടുമ്പോൾ ബുഷ് ചെടീൻ്റെ മേലേക്ക് ഞാൻ പരത്തിയിട്ടതാണ്. നല്ല വെയിൽ കിട്ടിയപ്പോൾ കുട്ടീൻ്റെ ഡ്രസ്സ് ഉണങ്ങട്ടെ പറഞ്ഞിട്ട് അതിലുള്ള കടന്നലിൻ്റെ നിന്ന് 1-2 കുത്തുകൾ ഒരുമിച്ച് കിട്ടി. അതോടെ തന്നെ കൈ വല്ല ബബിൾസ് മാതിരിയായി. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങോട്ട് അടിച്ച് ഇറക്കി കൊടുത്തു. പക്ഷെ എനിക്ക് കയ്യിൽ ചൂല് പിടിച്ചിട്ട് അടിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, നല്ല വേദനയാണ്. അപ്പോൾ മോള് പറഞ്ഞു, കാട്ടിക്കാമോ ഞാൻ അടിച്ച് വാരിക്കോളാന്ന് പറഞ്ഞിട്ട് അവൾ ചൂല് മേടിച്ച് പിടിച്ചിട്ട് അടിച്ച് വാരാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുരുത്തക്കേട് കാണിച്ചിട്ടാണ് തക്കുട് നടക്കുന്നത്. ഇവൾക്ക് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കൊച്ചുവിൻ്റെ അടുത്ത് നിൽക്കണ കാണുമ്പോൾ കുറച്ച് നേരം അടിച്ച് വരാൻ പോവുക, പിന്നെ വീണ്ടും എൻ്റെ അടുത്ത് വന്ന് നിൽക്കുക, ഞങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുക, പിന്നെ കൊച്ചുവിനെ തൊടണം എടുക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമാണ്. വീട്ടിൽ വരുന്ന എല്ലാ ജീവികളും കുട്ടികളോട് അടുക്കുന്നില്ല, പക്ഷേ നേരെ മറിച്ച് എൻ്റെ അടുത്ത് എല്ലാവരും നല്ല രീതിയിൽ അടുക്കുന്നുണ്ട്. ഇതൊക്കെ വലിയ മോൾക്ക് ഭയങ്കര അസൂയുള്ള കാര്യമാണ് കേട്ടോ. ചിക്കുവിന് അതിനേക്കാളും കുശുമ്പാണ്. ചിക്കു കാണിക്കുന്ന കോപ്രായങ്ങൾ ചില്ലറയൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് തീരെയും പറ്റാത്തത്. കൊച്ചിങ്ങനെ നോക്കി നിൽക്കൂട്ടാ. ചിക്കു ഇത്തിരി അടുത്ത് പോയി ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ മുടുക്കൽ, പിന്നെ അവിടെ ഉള്ളിൽ കയറ്റിയിട്ട് അവർ കൊച്ചിങ്ങോട്ട് തിരിച്ചു വരുള്ളൂ. അത്രയും വികൃതിയാണ് കണ്ടില്ലേ ചിക്കു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദിലീപിൻ്റെ മൈ ബോസ് സിനിമയിൽ മമതനെ കൊണ്ട് ദിലീപ് അടിച്ച് വേർപ്പിക്കണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് ചപ്പൊക്കെ ഇട്ടിട്ട് വീണ്ടും വീണ്ടും അടിക്കുമെന്ന് പറഞ്ഞ് അതേമാതിരി നമ്മുടെ ചിക്കുവും ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. മോൾ അടിച്ച് വാരിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ കൂടെ പോവുക, എന്നിട്ട് ആ ചപ്പ് വാരിയിട്ട് അങ്ങോട്ടേക്ക് ഇടുക. അപ്പോൾ ഇതാ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ എന്നെ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന സീനാണ് ഈ കാണുന്നത്. ക്യാമറ മറയുന്നുണ്ടോ ഒന്നും അവൾ ശ്രദ്ധിക്കുന്നില്ല. ഇതാണ് നമ്മുടെ ചിക്കു. അതുകൊണ്ട് തന്നെ വീട്ടിൽ നമ്മുടെ അടുത്ത് കാണിക്കുന്ന കുറുമ്പുകൾ നമുക്ക് തന്നെ വേദന എടുക്കുന്നുണ്ട്. അതേപോലെ ജീവികളുടെ അടുത്ത് കാണിച്ചാലോ അവർ നിൽക്കില്ലല്ലോ വെറുതെ. തക്കുടു ആണെങ്കിലോ ചോദിച്ചു കഴിഞ്ഞാൽ ചെവിയിൽ പിടിച്ച് കൊത്തി വലിക്കുകയുള്ള തോളത്ത് പോയി ഇരുന്നിട്ട്. അതുകൊണ്ട് തക്കുടുവിനെ പേടിയാണ്. കണ്ടില്ലേ, ചപ്പുവാരി അവിടെ എറിയുക, എന്നിട്ട് അവളെ കൊണ്ട് അടിച്ചു വാരിപ്പിക്കുക. മഹാ കുറുമ്പിയാണ്. അതുകൊണ്ടാണ് തക്കുടുമായിട്ട് ചിക്കു ഒട്ടും ചേരാത്തത്. അപ്പോൾ നമ്മുടെ കൊച്ചുവിനെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ വിടുമ്പോൾ അതിന് നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. കൂടിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ചിറക് എന്തായാലും വീശി അടിക്കാനോ ഒന്നും പറ്റില്ല. പക്ഷെ ഫുഡ് കൊടുക്കും, സേഫാണെന്നുള്ള മനസ്സിന് സമാധാനമാണ് എനിക്ക് ഏറ്റവും വലുത്. ഞങ്ങൾ മുറ്റത്തുണ്ടെങ്കിൽ മാത്രം, ഞങ്ങളുടെ ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടീനെ പുറത്തേക്ക് വിടാറുള്ളൂ. തക്കുടുവിൻ്റെ കാര്യം എന്ന് വെച്ചാൽ തക്കുടു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് വൈകുന്നേരത്ത് ഒരു 5:30 ആയിക്കഴിഞ്ഞ് പിന്നെ ആളെ പരിസരത്ത് എവിടെയും മഷീട്ട് നോക്കിയാൽ പോലും കാണില്ല കേട്ടോ. ആൾ പോയിട്ടുണ്ടാവും. ആദ്യം അങ്ങനെയല്ല, 6 മണിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ച് വരികയാണ് ചെയ്യുക. ഇതിപ്പോൾ 6 മണിയാകുമ്പോഴത്തേനും പോവുകയാണ് ചെയ്യണത്.
അപ്പോൾ നമ്മുടെ തക്കുടുവിനെ കുഞ്ഞുട്ടി ഇപ്പോൾ ശരിക്കും കുഞ്ഞിപ്പൂച്ച വലുതായി. അതുകൊണ്ട് തന്നെ തക്കുടു അടുത്തേക്ക് പോകുമ്പോൾ കുഞ്ഞിപ്പൂച്ച നേരെ തിരിഞ്ഞു നിൽക്കുക ചെയ്യണം. അത് സത്യത്തിൽ എനിക്കും പേടി തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഞാനില്ലാത്ത ഒരു നിമിഷങ്ങളിൽ പോലും നമ്മുടെ തക്കുടുവിനെ വീട്ടിനകത്തേക്ക് ഞാൻ കയറ്റാറില്ല. അത്രത്തോളം ശ്രദ്ധിച്ചിട്ടാണ് കുഞ്ഞിപ്പൂച്ചനെയും തക്കുടുവിനെയും ഒക്കെ ഉള്ളിൽ വിടുന്നത്. തക്കുടു ആണെങ്കിലോ ഒരു പൊടിക്ക് വിട്ടുകൊടുക്കാണ്ട് കുഞ്ഞിപ്പൂച്ച എന്താണ് ചെയ്യണത് അതിന് ഓപ്പോസിറ്റ് കുഞ്ഞിപ്പൂച്ചൻ്റെ മുതുകിൽ കയറി നിന്നിട്ടാണ് കൊത്തൽ. ഞാൻ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്.